സോ ഈ മൊഡ്യൂളിൽ എടുക്കാൻ പോകുന്നത് പെൽവിസ് ആൻഡ് പെരിനിയം. സോ പെൽവിക് റീജിയന് ഒരു ഇൻലെറ്റും ഉണ്ട്, ഒരു ഔട്ട്ലെറ്റും ഉണ്ട്. സോ ഇതാണ് പെൽവിക് ഇൻലെറ്റ്. ആൻറ്റീരിയർലി ഫോം ചെയ്യുന്നത് പ്യൂബിക് സിംഫൈസിസ്. പോസ്റ്റീരിയർലി ഫോം ചെയ്യുന്നത് സാക്രൽ പ്രൊമോണ്ടറി. ഇതിൻ്റെ ലാറ്ററൽ ബോർഡർ ഫോം ചെയ്യുന്നത് ഒരു ലൈൻ ഉണ്ട്, ഇലിയോ പെക്റ്റിനേറ്റ് ലൈൻ എന്നാണ് വിളിക്കാം. ഇലിയോ പെക്റ്റിനേറ്റ് ലൈന്. സോ ഇതാണ് പെൽവിക് ഔട്ട്ലെറ്റ്. ആൻറ്റീരിയർലി ഈ റീജിയനിൽ പ്യൂബിക് സിംഫൈസിസ് ഉണ്ട്. പ്യൂബിക് സിംഫൈസിസ്. പോസ്റ്റീരിയർലി ഈ റീജിയനിൽ കോക്സിക്സ് ഉണ്ട്. ലാറ്ററലി ഇഷിയൽ ട്യൂബറോസിറ്റി ആണുള്ളത്. ഇഷിയൽ ട്യൂബറോസിറ്റി. സോ ആൻറ്റീറോ ലാറ്ററലി ആയിട്ട് കാണുന്നതാണ് ഇഷിയോ പ്യൂബിക് റൈമസ്. ഇഷിയോ പ്യൂബിക് റൈമസ്. പോസ്റ്റീറോ ലാറ്ററലി ആയിട്ട് കാണുന്നതാണ് സാക്രോ ട്യൂബറസ് ലിഗമെൻ്റ്. സാക്രോ ട്യൂബറസ് ലിഗമെൻ്റ്. എന്നിട്ട് ഈ ഇഷിയൽ ട്യൂബറോസിറ്റിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഇമാജിനറി ലൈന് വരയ്ക്കുക. ആ ഇമാജിനറി ലൈൻ വരച്ചാൽ 2 ട്രയാങ്കിൾ കിട്ടും. അതിൽ ഫ്രണ്ടിലുള്ള ട്രയാങ്കിളാണ് യൂറോജെനൈറ്റൽ. ആൻറ്റീരിയറിൽ കാണുന്നതാണ് യൂറോജെനൈറ്റൽ ട്രയാങ്കിൾ. പോസ്റ്റീരിയറിൽ കാണുന്നതാണ് ആനൽ ട്രയാങ്കിൾ. ആൻഡ് ഹിയർ യു ക്യാൻ സി ആനൽ ഓർഫൈസ്. സോ ഈ റീജിയനിൽ മസിൽ കാണാം, 2 മസിൽസ്. അത് ട്രാൻസ്വേഴ്സ് അറേഞ്ച് ചെയ്ത്. സോ ട്രാൻസ്വേഴ്സ് പെരീനിയൽ റീജിയനിലാണ്, പെരീനിയായി. ആൻഡ് സൂപ്പർഫിഷ്യൽ ആയതുകൊണ്ട് ട്രാൻസ്വേഴ്സ് പെരിനൈ സൂപ്പർഫിഷ്യാലിസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പെൽവിക് ഔട്ട്ലെറ്റ്. സോ അടുത്തതാണ് ഇഷിയോ റെക്ടൽ ഫോസ. സോ ഇത് റെക്ടം, ഹിയർ ഈസ് ആനസ്. സോ ഈ മസിലാണ് ഓബ്റ്റുറേറ്റർ ഇൻറ്റേർണസ് മസിൽ. Obturator internus muscle, and this muscle is levator ani muscle. ഈ obturator internus muscle മുകളിൽ ഒരു ഫേഷ്യ ഉണ്ട്. ആ ഫേഷ്യയാണ് ഈ റീജിയനിൽ ഒരു പുറത്തേക്കൊരു ബൾജിങ് മാതിരി ഉണ്ടാക്കും. ഇതാണെന്ത് ഒരു കനാൽ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് കനാൽ ഈസ് കോൾഡ് പുഡൻഡൽ കനാൽ. It is also called Alcock's canal. Sometimes ഈ ലീവേറ്റർ ആണി മസിൽസിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഫേഷ്യ ഈ സ്ട്രക്ചറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ദിസ് ഫേഷ്യ ഈസ് കോൾഡ് ലൂണേറ്റ് ഫേഷ്യ. ചില സമയത്ത് ഈ റീജിയനിലൂടെ വരുന്ന പെരി ആനൽ ഫേഷ്യയും കോൺട്രിബ്യൂട്ട് ചെയ്യും. പെരി ആനൽ ഫേഷ്യ അതും കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ഇവിടെ ഈ കാണുന്ന റീജിയനാണ് ഇഷിയോ റെക്ടൽ ഫോസ. ആൻഡ് സോ ഇവിടെ ഈ കാണുന്നത് ഫാറ്റാണ്. സോ ഈ റീജിയനിൽ ഏറ്റവും അടിയിൽ സ്കിന്ന്, ദെൻ സൂപ്പർഫിഷ്യൽ ഫേഷ്യ, ദെൻ ഡീപ്പ് fascia. Then you can see a membrane called perineal membrane. So ഈ ഡീപ്പ് ഫേഷ്യയും പെരീനിയൽ മെംബ്രെയിനും ഇടയിലുള്ള ഈ സ്പേസ് ആണെന്ത് സൂപ്പർഫിഷ്യൽ പെരീനിയൽ സ്പേസ്. സൂപ്പർഫിഷ്യൽ പെരീനിയൽ സ്പേസ്. ആൻഡ് അതിൻ്റെ മുകളിലായിട്ട് സൂപ്പർഫിഷ്യൽ
fascia of urogenital diaphragm. So superficial fascia of urogenital diaphragm പെരീനിയൽ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഡീപ്പ് പെരീനിയൽ സ്പേസ്. ഡീപ്പ് പെരീനിയൽ സ്പേസ്, ഈ സ്പേസ്. സോ സൂപ്പർഫിഷ്യൽ ഫേഷ്യ ഓഫ് യൂറോജനൈറ്റൽ ഡയഫ്രം ആണിത്. സോ പെരീനിയൽ മെംബ്രെയിനിന് ഇൻഫീരിയർ ഫേഷ്യ ഓഫ് യൂറോജനൈറ്റൽ ഡയഫ്രം എന്ന് വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പെരീനിയൽ മെംബ്രെയിനിൻ്റെ വേറെ പേരാണ് ഇൻഫീരിയർ ഫേഷ്യ ഓഫ് യൂറോജനൈറ്റൽ ഡയഫ്രം. സോ ഇതിൻ്റെ ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബൗണ്ടറീസ് ആൻറ്റീരിയർലി കാണുന്നത് ട്രാൻസ്വേഴ്സ് പെരീനൈ സൂപ്പർഫിഷ്യാലിസ് എന്ന് പറഞ്ഞ മസിലാണ്. സൂപ്പർഫിഷ്യാലിസ്. പോസ്റ്റീരിയർലി കാണുന്നത് സാക്രോട്യൂബറസ് ലിഗമെൻറ്റ്. സാക്രോട്യൂബറസ് ലിഗമെൻറ്റ്. സോ ഇതാണ് ട്രാൻസ്വേഴ്സ് പെരിനൈ സൂപ്പർഫിഷ്യാലിസ്. പോസ്റ്റീരിയറിൽ കാണുന്നത് സാക്രോട്യൂബറസ് ലിഗമെൻറ്റ്. സോ മീഡിയലി ഈ പറഞ്ഞ ലീവേറ്റർ ആണി എന്ന് പറയുന്ന മസിൽ, ലാറ്ററലി ഓബ്റ്റുറേറ്റർ ഇൻറ്റേർണസ് എന്ന് പറയുന്ന മസിൽ, അതിൻ്റെ മുകളിലുള്ള ഫേഷ്യ, ഓബ്റ്റുറേറ്റർ ഇൻറ്റേർണസ് മസിലിൻ്റെ മുകളിലുള്ള ഫേഷ്യ, ആൽക്കോക്സ് കനാൽ എന്ന് പറഞ്ഞ പുഡൻ്റൽ കനാൽ. സോ ഈ ആൽക്കോക്സ് കനാൽ കാണുന്നത് ഇഷ്യോ റെക്ടൽ ഫോസയുടെ ലാറ്ററൽ വോളിലാണ്. മാത്രമല്ല ഇതാണ് ഇഷ്യൽ ട്യൂബറോസിറ്റി. ആ ഇഷ്യൽ ട്യൂബറോസിറ്റിന് ഏകദേശം ഒരു 2.5 സെൻറ്റിമീറ്റർ എബവ്, 2.5 സെൻറ്റിമീറ്റർ എബവ് ആയിട്ടാണ് കാണുന്നത്. സോ ഇതാണ് പുഡൻ്റൽ കനാൽ. ഈ പുഡൻ്റൽ കനാൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ലെസ്സർ ഷയാറ്റിക് ഫൊറാമൻ ടു ഡീപ്പ് പെരിനിയൽ പൗച്ച്. അതായത് ലെസ്സർ ഷയാറ്റിക് ഫൊറാമൻ ടു ഡീപ്പ് പെരിനിയൽ പൗച്ച്, ഇവിടെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ പുഡൻ്റൽ കനാലിലുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ പുഡൻ്റൽ ആർട്ടറി, ഇൻറ്റേർണൽ പുഡൻ്റൽ വീന് ആൻഡ് പുഡൻ്റൽ നെർവും ഉണ്ട്. പുഡൻ്റൽ നെർവ്. സോ ഈ പുഡൻ്റൽ നെർവ് അത് 2 ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ബ്രാഞ്ച് ഡോർസൽ നെർവ് ഓഫ് പീനിസ് കൊടുക്കും, മറ്റേത് സെക്കൻഡ് ബ്രാഞ്ച് പെരീനിയൽ നെർവ് കൊടുക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലീവേറ്റർ ആണി മസിലിൻ്റെ ഇതിലൂടെ പോകുന്നതാണല്ലോ ഒരു ഫേഷ്യല്ലേ, ലൂണേറ്റ് ഫേഷ്യ. അതിൻ്റെ മുകളിലുള്ള ഈ ചെറിയ സ്പേസാണ് സുപ്രാ ടെഗ്മെൻ്റൽ സ്പേസ്. ഒരു അനോമലി ആഡ് ചെയ്യാണ്. ഹയാറ്റസ് ഓഫ് ഷ്വാൽബെ. ഹയാറ്റസ് ഓഫ് ഷ്വാൽബെ എന്ന് പറഞ്ഞാൽ നോർമലി യു ക്യാൻ സീ ദാറ്റ് ഇത് ഓബ്റ്റുറേറ്റർ ഇൻറ്റേർണസ് ആണ്, ഇത് ലീവേറ്റർ ആണി മസിൽസ്. സോ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഇത് ഇവിടം വരെ ഉണ്ടാവും, അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഗ്യാപ്പ് ഈസ് കോൾഡ് ഹയാറ്റസ് ഓഫ് ഷ്വാൽബെ. സോ ഇഷ്യോ റെക്ടൽ ഫോസയുടെ കണ്ടൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ റെക്ടൽ നെർവും ആർട്ടറിയും, ഇൻഫീരിയർ റെക്ടൽ നെർവ്, ഇൻഫീരിയർ റെക്ടൽ ആർട്ടറി. പിന്നെ ആ റീജിയനിൽ കാണുന്ന ആൽക്കോക്സ് കനാലിലുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ പുഡൻ്റൽ നെർവ്, അത് 2 ബ്രാഞ്ചായിട്ട് ഡോർസൽ നെർവ് ഓഫ് പെനിസ്, ഫീമെയിൽസിൽ അത് സപ്ലൈ ചെയ്യുന്നത് ക്ലൈറ്റോറിസ്, ആൻഡ് രണ്ടാമത്തെ ബ്രാഞ്ച് പെരീനിയൽ നെർവ്. ദെൻ ഇൻറ്റേർണൽ പുഡൻ്റൽ ആർട്ടറി, ഇൻറ്റേർണൽ പുഡൻ്റൽ വീന്, ദെൻ പോസ്റ്റീരിയർ സ്ക്രോട്ടൽ വെസൽസ്, നെർവ്സ്, പിന്നെ മേജറായിട്ട് ഫാറ്റ് കാണുന്നുണ്ട്. ഇഷ്യൂ റെക്ടൽ ഫോസയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത് ഹോർസ് ഷൂ ഷേപ്പാണ്. അതായത് ഈ ഇഷ്യൂ റെക്ടൽ ഫോസ 2 സൈഡിലെ, സോ ഇവിടെ റെക്ടം മാനസ് അല്ല, ഇത് ബിഹൈൻഡ് ബാക്ക് കൂടിയ ഇങ്ങനെ വന്നിട്ട് ഇഷ്യൂ റെക്ടൽ ഫോസ ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഷേപ്പാണ്.
അതാണ് ഹോഴ്സ് ഷൂ ഷേപ്പ്. ഇവിടെ സ്ഫിങ്ക്ചർ മസിൽസ് ഉണ്ട്. ഇത് ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്ചേഴ്സ് ആൻഡ് ദിസ് വിൽ ബി എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്ചേഴ്സ്. സോ ഇത് യൂറിനറി ബ്ലാഡർ. സോ ഇതാണ് യൂറിനറി ബ്ലാഡർ. ദിസ് ഈസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇത് പ്രോസ്റ്റേറ്റിക്. സോ ഇവിടെയുള്ള യൂറിത്രനെ വിളിക്കുന്നതാണ് പ്രോസ്റ്റേറ്റിക് യൂറിത്ര. പ്രോസ്റ്റേറ്റിക് യൂറിത്ര. ഇവിടെ 2 ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇജാക്കുലേറ്ററി ഡക്റ്റ്, ഒരു പ്രോസ്റ്റാറ്റിക് യൂറിത്രയുണ്ട്. സോറി, ഇവിടെ 2 ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇജാക്കുലേറ്ററി ഡക്റ്റ്. സോ ഇത് superior fascia of urogenital. Superior fascia of urogenital diaphragm, and this is inferior fascia of urogenital diaphragm, otherwise called as perineal membrane. അപ്പോൾ ഇത് ഡീപ്പ് പൗച്ചാണ്, ഡീപ്പ് പെരീനിയൽ പൗച്ച്. സോ ദിസ് മസിൽ ഈസ് ഡീപ്പായിട്ടല്ല കാണുന്നത്, ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് പെരീനിയത്തിലുള്ളത്. ട്രാൻസ്വേഴ്സ് പെരീനിയൈ പ്രൊഫണ്ടസ്. സോ ഇവിടെ സ്ഫിങ്ക്ചർ യൂറിത്ര മസിൽസ് ഉണ്ട്. ഇതാണ് സ്ഫിങ്ക്ചർ യൂറിത്ര മസിൽസ്. സോ ഈ റീജിയനിൽ സൂപ്പർഫിഷ്യൽ പെരീനിയൽ സ്പേസ് ഉണ്ട്. ഈ സൂപ്പർഫിഷ്യൽ പെരീനിയൽ സ്പേസ് ഫ്രണ്ടിൽ ആൻറ്റീരിയർ അബ്ഡോമിനൽ വോളുമായിട്ട് ഫ്രണ്ട് സൈഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പെരിറ്റോണിയം, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. സോ ഈ റീജിയൻ പ്രോസ്റ്റേറ്റിക് യൂറിത്ര. ഇത് superior layer of urogenital diaphragm. ഇത് inferior layer of urogenital diaphragm, otherwise called a perineal membrane. സോ ഇതിന് ഡീപ്പ് പെരീനിയൽ പൗച്ചാണ്. ഈ റീജിയൻ ഡീപ്പ് പെരീനിയൽ പൗച്ചാണ്. ആൻഡ് ആ പാർട്ട് ഓഫ് യൂറിത്ര മെംബ്രേനിയസ് യൂറിത്ര. സോ അത് കഴിഞ്ഞാൽ വരുന്നത് സ്പോഞ്ചി യൂറിത്ര. സോ നമുക്ക് ഈ റീജിയനിലുള്ള മസിലാണ് സ്ഫിങ്ക്ചർ യൂറിത്ര മസിൽ. സ്ഫിങ്ക്ചർ യൂറിത്ര മസിൽ. ഈ മസിൽ അത് യൂറിനെ കൺട്രോൾ ചെയ്യാൻ, മിക്ചുറേഷനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ്. അപ്പം യൂറിൻ ഹോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ്. സോ ഇറ്റ് ഈസ് എ സ്കെലിറ്റൽ മസിൽ. സോ ഇതിനെ സപ്ലൈ ചെയ്യുന്നത് പുഡൻഡൽ നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ പറയുന്ന സ്ഫിങ്ക്ചർ യൂറിത്ര മസിലിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ. നമുക്ക് മിക്ചുറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ. ആൻഡ് ഈ ബ്ലാഡറിൻ്റെ നെക്ക് റീജിയനിലായിട്ട് ഒരു ഇൻറ്റേർണൽ യൂറിത്രൽ സ്ഫിങ്ക്ചർ ഉണ്ട്. ഇൻറ്റേർണൽ യൂറിത്രൽ സ്ഫിങ്ക്ചർ. സോ ഇത് ഒരു സ്മൂത്ത് മസിലാണ്. സോ അതുകൊണ്ട് ഇതിൻ്റെ നെർവ് സപ്ലൈ ഓട്ടോണമിക് ആയിട്ടുള്ള നെർവസ് സിസ്റ്റമാണ്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് സെമന് നോർമൽ റൂട്ട് ഈ റീജിയനാണ് വരുന്നത്. പക്ഷേ ഈ ഇൻറ്റേർണൽ യൂറിത്രൽ സ്ഫിങ്ക്ചർ റീട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഓഫ് സെമൻ ഇൻ ടു യൂറിനറി ബ്ലാഡർ പ്രിവെൻറ്റ് ചെയ്യും. റീട്രോഗ്രേഡ് സെമൻ ഇജാക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യും. സോ ടർപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ പ്രോസ്റ്റേറ്റ്, അതായത് ബെനീൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി. ബെനീൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി. സോ ഇതിൽ ചെയ്യുന്നതാണ് ടർപ്പ് പ്രൊസീജിയർ. ഇത് ചെയ്താൽ ഇൻറ്റേർണൽ യൂറിത്രൽ, ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ് ഇൻറ്റേർണൽ യൂറിത്രൽ സ്ഫിങ്ക്ചർ ചിലപ്പം ഡാമേജ് ആവും. അപ്പം ഇതിൻ്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷനാണ് റീട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഓഫ് സെമൻ. ഈ പറയുന്ന സ്പോഞ്ചി യൂറിത്ര റപ്ചർ ആവുകയാണെങ്കിൽ അത് സ്ക്രോട്ടത്തിലേക്ക് പോവും, പെനിസിലേക്ക് പോവും, ദെൻ സൂപ്പർഫിഷ്യൽ പെരിനിയൽ പൗച്ചിലേക്ക് പോവും. ആൻഡ് സൂപ്പർഫിഷ്യൽ പെരിനിയൽ പൗച്ച്
ആൻറ്റീരിയർ അബ്ഡോമിനൽ വോളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റീരിയർ അബ്ഡോമിനൽ വോളായിട്ടിലേക്കും പോകും. അതായത് പെനിസ്, സ്ക്രോട്ടം, സൂപ്പർഫിഷ്യൽ പെരിനിയൽ പൗച്ച്, ആൻറ്റീരിയർ അബ്ഡോമിനൽ wall. There is no extravasation. അതായത് യൂറിൻ പോവാത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തൈയിലേക്ക് പോവാത്തത് അവിടെ ഒരു ഫേഷ്യ ലാറ്റ എന്ന് പറഞ്ഞ ഫേഷ്യ ഉണ്ട്. ഫേഷ്യ ലാറ്റ. ഇഷ്യോറെക്ടൽ ഫോസ. ഇഷ്യോറെക്ടൽ ഫോസയിലേക്ക് പോവാത്തത് അവിടെ ഒരു ഫേഷ്യ ഉണ്ട്. കോളീസ് ഫേഷ്യ. ഡീപ്പ് പൗച്ചിലേക്ക് പോകാത്തത് സോ ഈ പെരീനിയൽ മെമ്പറൈൻ ഉള്ളതിനോടാണ് ഡീപ്പ് പൗച്ച്. സോ ഇതാണ് ഡീപ്പ് പൗച്ച്. ഇത് പെരീനിയൽ മെമ്പറൈൻ എവിടെ ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല. ഇനി മെമ്പറൈനീസ് യൂറിത്ര റപ്ചർ ആവുകയാണെങ്കിൽ അത് ഡീപ്പ് പെരീനിയൽ പൗച്ചിൽ പോകും. പിന്നെ പോകുന്നതാണ് സ്പേസ് ഓഫ് റെഡ്സിയസ്. ഇൻ കേസ് ഈ പെരീനിയൽ മെമ്പറിന് റപ്ചർ ആയിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർഫിഷ്യൽ പെരീനിയൽ പൗച്ചിലേക്ക് പോകും. ഇനി ബ്ലാഡർ റപ്ചർ ചെയ്യുകയാണെങ്കിൽ പെരിറ്റോണിയൽ കാവിറ്റിയിലേക്ക് കയറണമെങ്കിൽ ബ്ലാഡർ റപ്ചർ ചെയ്യണം. സോ അടുത്തതാണ് യൂറോജനൈറ്റൽ ഡയഫ്രം. സോ ഇത് സൂപ്പർഫിഷ്യൽ പെരീനിയൽ സ്പേസ് ആണ്. ഈ വൈറ്റ് ഷെയ്ഡ് ലെയർ കണ്ടോ, അത് പെരീനിയൽ മെമ്പറൈനാണ്. അത് റിമൂവ് ചെയ്യുകയാണ് നമുക്ക് ഡീപ്പ് പെരീനിയൽ സ്പേസ് കിട്ടും. സോ ഇതാണ് ഡീപ്പ് പെരീനിയൽ സ്പേസ്. അപ്പം യൂറോജനൈറ്റൽ ഡയഫ്രം ഇത് ഫോം ചെയ്യുന്നത് മസിൽസ് ആൻഡ് ഫേഷ്യ ഓഫ് ഡീപ്പ് പെരീനിയൽ പൗച്ച്. അതായത് ഡീപ്പ് പെരീനിയൽ പൗച്ചിലുള്ള മസിൽസ്, ഫേഷ്യ ഇതൊക്കെ ഒരുമിച്ചുള്ള സാധനമാണ് യൂറോജനൈറ്റൽ ഡയഫ്രം എന്ന് വിളിക്കുക. സോ ഇവിടെ കാണാം ഇത് ട്രാൻസ്വേഴ്സ് പെരിനിയൈ പ്രൊഫണ്ടസ് അഥവാ ഡീപ്പ് ട്രാൻസ്വേഴ്സ് പെരിനിയൈ മസിലാണ്. സോ ഇവിടെ യൂറിത്രൽ സ്ഫിങ്ക്ചർ മസിൽസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫേഷ്യാസ് ഒരുമിച്ചാണത് യൂറോജനൈറ്റൽ ഡയഫ്രം ഫോം ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കണ്ടൻസ് ഉണ്ട്. സോ ഇതിലുള്ള കണ്ടൻസ് ആണ് നേരത്തെ പറഞ്ഞ രണ്ട് മസിൽസ്, ഡീപ്പ് ട്രാൻസ്വേഴ്സ് പെരീനിയൽ മസിലും സ്ഫിങ്ക്ചർ മസിൽസും. പിന്നെ നെർവ്സ് കാണുന്നുണ്ട്. നെർവ്സ് ഡോർസൽ നെർവ് ഓഫ് പേനിസ്, ഫീമെയിൽസിലാകുമ്പം ക്ലൈറ്റോറിസ്. ഇവിടെ വെസൽസ് കാണുന്നുണ്ട്. ആ വെസൽസാണ് ഇൻറ്റേർണൽ പുഡൻറ്റൽ ആർട്ടറിയുടെ 3 ടെർമിനൽ ബ്രാഞ്ചസ്. അതായത് ഡോർസൽ ആർട്ടറി ഓഫ് പേനിസ് ഫീമെയിൽസിലാവുമ്പം ക്ലൈറ്റോറിസ്. ഡീപ്പ് ആർട്ടറി ഓഫ് പേനിസ് ഫീമെയിൽസിൽ ക്ലൈറ്റോറിസ്. ആൻഡ് ആർട്ടറി ടു ബൾബ് ഓഫ് പീനിസ് ഫീമെയിൽസിലാവുമ്പം ക്ലൈറ്റോറിസ്. മെയിൽസിൽ കാണുന്നതാണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ആൻഡ് അതേ റീജിയനിലാണ് മെംബ്രേനിയസ് യുറേത്രയും കാണുന്നത്. എന്നാൽ ഫീമെയിൽസിൽ അവിടെ കാണുന്നതാണ് യുറീത്ര ആൻഡ് വെജൈന. സോ ദിസ് ഈസ് എ യുറീത്ര ആൻഡ് ദിസ് ഈസ് എ വെജൈന. സോ ഇവിടെ കാണുന്ന 3 മസിൽസാണ്. ഇതാണ് ഇഷ്യോ കാവർണസ് മസിൽ. ആൻഡ് ഈ ഒരു മസിലുണ്ട്, അത് ബൾബോ സ്പോഞ്ചിയസ് മസിൽ. ആൻഡ് ദിസ് ഈസ് ട്രാൻസ്വേഴ്സ് പെരിനിയൈ സൂപ്പർഫിഷ്യാലിസ്.
പെരീനിയൈ, സൂപ്പർഫിഷ്യാലിസ്. ഈ 3 മസിൽസാണ് സൂപ്പർഫിഷ്യൽ പെരീനിയൽ പൗച്ചിലുള്ളത്. ഇനി ഇവിടെയുള്ള ആർട്ടറീസ്, ഇവിടെ കൊടുക്കുന്ന വെസൽസാണ് പോസ്റ്റീരിയർ സ്ക്രോട്ടൽ വെസൽസ്. ഫീമെയിൽസിൻ്റെ കേസിൽ അത് ലെബിയലാണ്, പോസ്റ്റീരിയർ ലെബിയൽ വെസൽസ്. പിന്നെ പുഡൻ്റൽ ആർട്ടറീസും ഇൻറ്റേർണൽ പുഡൻ്റൽ ആർട്ടറീസും അതിൻ്റെ ടെർമിനൽ ബ്രാഞ്ചസും. ഇനി നെർവസ് സപ്ലൈ, നെർവ്സ് അവിടെ ഉള്ളത് പോസ്റ്റീരിയർ സ്ക്രോട്ടൽ നെർവ്സാണ്. ഫീമെയിൽസിൻ്റെ കേസിൽ പോസ്റ്റീരിയർ ലെബിയൽ നെർവ്സാണ്. മെയിൽസിൻ്റെ കേസിൽ ആ റീജിയനിൽ സ്പോഞ്ചി യുറീത്ര ആണുള്ളത്. സ്പോഞ്ചി യുറീത്ര. ഡക്റ്റ് ഓഫ് കൗപ്പേഴ്സ് ഗ്ലാൻഡിൻ്റെ ഡക്റ്റ് കാണുന്നുണ്ട്, ഡക്റ്റ് ഓഫ് കൗപ്പേഴ്സ് ഗ്ലാൻഡ്. പക്ഷേ കൗപ്പേഴ്സ് ഗ്ലാൻഡ് കാണുന്നത് ഡീപ്പ് പൗച്ചിൽ, ഡക്റ്റ് ഓഫ് കൗപ്പേഴ്സ് ഗ്ലാൻഡ് കാണുന്നത് സൂപ്പർഫിഷ്യൽ പെരിനിയൽ പൗച്ച്. പിന്നെ റൂട്ട് ഓഫ് പെനിസ്, റൂട്ട് ഓഫ് പെനിസ് ആ റീജിയനിലാണ് കാണുന്നത്. റൂട്ട് ഓഫ് പെനിസ് എന്ന് പറഞ്ഞാൽ ക്രക്സും ബൾബും, പെനിസിൻ്റെ ക്രക്സും ബൾബും കൂടി ചേർന്നാണ് റൂട്ട് ഓഫ് പെനിസ്. സോ ഫീമെയിൽസിലാണെങ്കിൽ വെജൈന, യുറീത്ര ആൻഡ് ഫീമെയിൽസിൽ ഗ്രേറ്റർ വെസ്റ്റിബ്യുലാർ ഗ്ലാൻഡ് അഥവാ ബർത്തോളിൻസ് ഗ്ലാൻഡ്. ഗ്രേറ്റർ വെസ്റ്റിബ്യുലാർ ഗ്ലാൻഡ് ഓൾസോ കോൾഡ് ആസ് ബർത്തോളിൻസ് ഗ്ലാൻഡ്. ബർത്തോളിൻസ് ഗ്ലാൻഡ്. ഇതാണ് സൂപ്പർഫിഷ്യൽ പെരിനിയൽ പൗച്ചിലുള്ള സ്ട്രക്ചേഴ്സ്. സോ ഇതാണ് ബർത്തോളിൻസ് ഗ്ലാൻഡ്, വജൈന. സോ ഇതാണ് പെരിനിയൽ ബോഡി. പെരിനിയൽ ബോഡി എന്ന് പറഞ്ഞാൽ അതൊരു ഫൈബ്രോ മസ്കുലാർ സ്ട്രക്ചറാണ്, അതായത് ഫൈബറും മസിലുള്ള സ്ട്രക്ചറാണ്. അത് യൂറോജെനൈറ്റൽ ഓറിഫിസും കാണാം. യൂറോജെനൈറ്റൽ ഓറിഫിസ്, ഇത് ആനൽ ഓറിഫിസ്. അതിൻ്റെ ജംഗ്ഷനിലായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ് പെരിനിയൽ ബോഡി. ഈ പെൽവിക് റീജിയനിലുള്ള ഓർഗൻസ്, ഈ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ആ ഓർഗൻസിന് റിസീവ് ചെയ്യുന്ന മസിൽസ്. സോ ഈ റീജിയനിൽ കാണാം. സോ ഈ പെരിനിയൽ ബോഡിയിൽ 3 സ്ട്രാറ്റം ഉണ്ട്. അത് സൂപ്പർഫിഷ്യൽ, ഇൻ്റർമീഡിയറ്റ്, ഡീപ്പ്. സൂപ്പർഫിഷ്യൽ വരുന്നത്, സൂപ്പർഫിഷ്യൽ ഈ പെരിനിയൽ ബോഡിനെ അറ്റാച്ച് ചെയ്യുന്നതാണ് ഈ മസിൽ ഉണ്ടല്ലേ, ഇത് പെരിനിയൽ ബോഡിയിൽ പോയി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്ചറാണ്. കാരണം ദിസ് ഈസ് ആനസ്, സോ എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്ചർ മസിൽസ്. സോ ഈ മസിൽ ഉണ്ടല്ല, ഇതും പെരിനിയൽ ബോഡിയിൽ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മസിൽ ഇസ് കോൾഡ് ബൾബോ സ്പോഞ്ചിയസ് മസിൽ. സോ ഇവിടെ ട്രാൻസ്വേഴ്സ് ആയിട്ട് കാണുന്ന മസിലുണ്ട്, സൂപ്പർഫിഷ്യലാണ്. സൂപ്പർഫിഷ്യൽ ട്രാൻസ്വേഴ്സ് പെരിനൈ, സൂപ്പർഫിഷ്യൽ ട്രാൻസ്വേഴ്സ് പെരിനിയൈ, ഈ 3 മസിൽസുമാണ്. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കാണുന്നത് ട്രാൻസ്വേഴ്സ് പെരിനൈ, ഡീപ്പ് പൗച്ചിലുള്ള ട്രാൻസ്വേഴ്സ് പെരിനിയൈ പ്രൊഫണ്ടസ് എന്ന് പറയുന്ന മസിലും പ്ലസ് ഇപ്പോൾ കണ്ട എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്ചർ ഇല്ലേ, ഈ എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്ചറിൻ്റെ ഡീപ്പ് പാർട്ട്, അതാണ് ഇൻ്റർമീഡിയറ്റ് പോയി അറ്റാച്ച് ചെയ്യുന്നത്. അടുത്തത് ഡീപ്പ് പോയി അറ്റാച്ച് ചെയ്യുന്നതാണ് ഈ മസിൽ ഉണ്ടല്ലേ, കുറച്ച് ഡീപ്പറായിട്ട് പോയി അറ്റാച്ച് ചെയ്യാം. ഈ മസിലാണ് ലീവേറ്റർ ആനി മസിൽസ്. അതിൻ്റെ പ്യൂബോ കോക്സിജിയസ് പാർട്ടാണ്. ഡീപ്പിൽ പ്യൂബോ കോക്സിജിയസ് പാർട്ട് ഓഫ് ലീവേറ്റർ ആണി മസിൽസ്. ഈ റീജിയനിൽ ഇവിടെ ഒരു മസിൽ ഉണ്ടല്ലേ, ഈ മസിലാണ് ഇഷിയോ കാവർണസ് മസിൽ. ഈ ഇഷിയോ കാവർണസ് മസിൽ അത് ഈ പെരിനിയൽ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. സോ ലാസ്റ്റ് ടോപ്പിക്കാണ് പെൽവിക് ഡയഫ്രം. ഈ പെൽവിക് ഡയഫ്രം എന്ന് പറഞ്ഞാൽ
അത് പെൽവിക് ഔട്ട്ലെറ്റിൻ്റെ അവിടെയുള്ള മസ്കുലർ പാർട്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ പെൽവിക് ഡയഫ്രം ബേസിക്കലി മസിലാണ്. ഇതിലുള്ളത് ബേസിക്കലി 2 കോമ്പണൻസ് ആണ്. ഒന്ന് ലീവേറ്റർ ആണി മസിൽസ്. ഈ ലീവേറ്റർ ആണി മസിൽസിൽ 2 കോമ്പണൻ്റ് ഉണ്ട്. ലീവേറ്റർ ആണി എന്ന് പറഞ്ഞാൽ പ്യൂബോ കോക്സീജിയസ് പാർട്ടും പ്ലസ് ഇലിയോ കോക്സീജിയസ് പാർട്ടും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് കോമ്പണൻറ്റ്. ഇതിലെ സെക്കൻഡ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഇഷിയോ കോക്സീജിയസ് മസിലാണ്. ഇത് രണ്ടുകൂടിയും കൂടി ചേർന്നാണ് പെൽവിക് ഡയഫ്രം. സോ ഇതാണ് പ്യൂബോ കോക്സീജിയസ് എന്ന് പറയുന്ന മസിൽ. ഇത് ഇലിയോ കോക്സീജിയസ് എന്ന് പറയുന്ന മസിൽ. സോ ഇത് രണ്ടുകൂടിയും കൂടി ചേർന്നാണ് ലീവേറ്റർ ആണി എന്ന് പറയുന്ന മസിൽ. ഇതവിടെ അതിൻ്റെ മുകളിലുള്ള ടെൻഡിനസ് ആർച്ചാണ് ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് കംപ്ലീറ്റ് ദിസ് മൊഡ്യൂൾ.